വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോവേവ് ട്യൂബ്സിനെ പറ്റിയാണ്. ക്ലൈസ്ട്രോൺ. സോ ക്ലൈസ്ട്രോൺസ് ആർ ഹൈ പവർ മൈക്രോവേവ് ട്യൂബ്സ്. സോ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ക്ലൈസ്ട്രോൺസ് യൂസ് ചെയ്യുന്നത്. സോ ദേ ആർ ഹൈ പവർ മൈക്രോവേവ് ട്യൂബ്സ്. ദേ ആർ വെലോസിറ്റി മോഡുലേറ്റഡ് ട്യൂബ്സ് that are used in radars and amplifiers or oscillators. So അവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി മോഡുലേഷൻ ആണ്. സോ എ ക്ലൈസ്ട്രോൺ യൂസസ് കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ബീം ഫോർ ആംപ്ലിഫിക്കേഷൻ ഓഫ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. സോ നമുക്ക് ഒരു 2 cavity ക്ലൈസ്ട്രോണിൻ്റെ വർക്കിംഗ് നോക്കാം. ഇതൊരു 2 cavity ക്ലൈസ്ട്രോൺ ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മൈക്രോവേവ് ആംപ്ലിഫയർ. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വെലോസിറ്റി മോഡുലേഷൻ അല്ലെങ്കിൽ കറണ്ട് മോഡുലേഷൻ ആണ്. സോ 2 cavity ക്ലൈസ്ട്രോൺ ആണ് നമ്മൾ ഈ ഒരു ഫിഗർ നമുക്ക് കാണാൻ പറ്റും. സോ അതിനകത്ത് ഒരു ബഞ്ചർ ക്യാവിറ്റി ഉണ്ട്, ഒരു ക്യാച്ചർ ക്യാവിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അതിനെ 2 cavities എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഒരു ബഞ്ചർ ക്യാവിറ്റി ഉണ്ട്, ഒരു ക്യാച്ചർ ക്യാവിറ്റി ഉണ്ട്. സോ നമ്മൾ ഈ ബഞ്ചർ ക്യാവിറ്റിയിലൂടെയാണ് നമ്മൾ RF ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ മൈക്രോവേവ് ഔട്ട്പുട്ട് നമ്മൾ ക്യാച്ചർ ക്യാവിറ്റി വഴിയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ ഒരു കാഥോഡ് ഉണ്ട്. കാഥോഡ് ആ ഒരു ഫിലമെൻറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ കാഥോഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. V0 എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് കാഥോഡിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് കൊടുക്കും. ഈ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇവിടുന്ന് എമിറ്റ് ആവും. സോ ഇവിടെ ഒരു ആനോഡ് സെക്ഷൻ, ഈ ആനോഡ് സെക്ഷൻ ഇത് ആ ഒരു സ്ലോട്ടിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഇവിടുന്ന് വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. സോ മൂവ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ബഞ്ചർ ക്യാവിറ്റിയിൽ എത്തുമ്പോഴാണ് നമ്മൾ RF ഇൻപുട്ട്, ഒരു RF റേഡിയോ ഫ്രീക്വൻസി ഇൻപുട്ട് ഇവിടെ നമ്മൾ ബഞ്ചർ ക്യാവിറ്റി വഴി പ്രൊവൈഡ് ചെയ്യും. സോ ഈ RF ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി മോഡുലേഷൻ സംഭവിക്കും. സോ അല്ലെങ്കിൽ ഇവിടെ ഒരു ബഞ്ചിങ് പ്രോസസ്സ് നടക്കും, ബഞ്ചിങ് ഓഫ് ഇലക്ട്രോൺസ് അതാണ്. സോ ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു ക്രൗഡഡ് ആയിട്ട് നമുക്കൊരു ഈ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് റീജിയൻ ഈസ് നോൺ ആസ് ഡ്രിഫ്റ്റ് സ്പേസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബഞ്ചിങ് ഒക്കർ ചെയ്യുന്നത് ഈ ഒരു ഡ്രിഫ്റ്റ് സ്പേസിലാണ്. സോ നമ്മളിവിടെ RF ഇൻപുട്ടിനനുസരിച്ച് വെലോസിറ്റി, ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു ബഞ്ചിങ് പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു ഡ്രിഫ്റ്റ് റീജിയനിലാണ്. ദെൻ ഈ ഒരു ഇലക്ട്രോൺസ് ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മുടെ കളക്ടറിലേക്കാണ് പോകുന്നത്. സോ ഇവിടുന്ന് വരുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഒരു മൈക്രോവേവ് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ക്യാച്ചർ ക്യാവിറ്റി വഴി, സോ ക്യാച്ചർ ക്യാവിറ്റി അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്തേക്കുന്നത് ഈ കളക്ടറിലേക്കാണ്. സോ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ബീമിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇവിടുന്ന് ആ മോഡുലേറ്റഡ് എനർജി നമുക്ക് ഇവിടുന്ന് RF ഔട്ട്പുട്ട് വഴി നമുക്ക് എടുക്കാൻ പറ്റും. സോ ബഞ്ചിങ് ഒക്കെ ചെയ്യുന്നത് ഡ്രിഫ്റ്റ് സ്പേസിലാണ്. സോ the cavity close to the cathode is known as the buncher cavity or input cavity. So buncher cavity വഴിയാണ് നമ്മൾ RF input പ്രൊവൈഡ് ചെയ്യുന്നത്. So which velocity modulates the electron beam. So velocity modulation നടക്കുന്നത് ആ buncher cavity വഴിയാണ്. The other cavity is known as catcher cavity or output cavity. It catches energy from the bunched electron beam. So drift spacingലാണ് ആ ഒരു ബഞ്ചിങ് നടക്കുന്നത്, ആ ബഞ്ചിങ് പ്രോസസ്. So the beam then passes through the catcher cavity and is terminated at the collector. So collector ആണ് അത് കളക്ട് ചെയ്യുന്നത്. Then the electrons gradually bunch together as they travel down the drift space. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബഞ്ചിങ് പ്രോസസ് നടക്കുന്നത് ആ ഒരു ഡ്രിഫ്റ്റ് റീജിയനിലാണ്. ദ വേരിയേഷൻ ഇൻ ഇലക്ട്രോൺ വെലോസിറ്റി ഇൻ ദ ഡ്രിഫ്റ്റ് സ്പേസ് ഇസ് നോൺ ആസ് വെലോസിറ്റി മോഡുലേഷൻ. ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു ഡ്രിഫ്റ്റ് സ്പേസിൽ. സോ അതിനെയാണ് ശരിക്കും വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് സ്പേസിൽ ഉണ്ടാകുന്ന വെലോസിറ്റി മോഡുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. സോ ഇതാണ് ആ ഒരു നമ്മുടെ RF ഇൻപുട്ട്. സോ നമ്മൾ ഈ സൈൻ വേവ് എന്ന് പറയുന്നതാണ് നമ്മുടെ RF ഇൻപുട്ട്. സോ ഇത് 0 പാസ് ചെയ്യുന്ന സമയത്ത്, ഇത് 0 ക്രോസിങ്ങിൽ ആ വെലോസിറ്റി എന്ന് പറയുന്നത്, ആ ക്യാവിറ്റിയിൽ നിന്നും വരുന്ന ആ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. നമ്മുടെ RF ഇൻപുട്ടിനനുസരിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല, അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇൻപുട്ട് റൈസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഒരു മാക്സിമം വാല്യൂവിൽ, ആ പോസിറ്റീവ് മാക്സിമം വാല്യൂവിൽ അത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് ഫാസ്റ്റർ എന്ന് കാണിച്ചിരിക്കുന്നത്. TCയിൽ അത് ഫാസ്റ്റ് ആവും.
ദെൻ ടി ബിയിൽ അതിൻ്റെ വെലോസിറ്റി സെയിം തന്നെ ആയിരിക്കും, വരുന്ന വെലോസിറ്റി തന്നെ ആയിരിക്കും അത് പോകുന്നത്. സോ ദെൻ സ്ലോവർ ആവുന്നത് ആ നെഗറ്റീവ് പീക്കിലാണ് അത് ആർ എഫ് ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് പീക്കിലാണ് ആ ബീമിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ 3 കണ്ടീഷൻസ് നമുക്കറിയാം. ആ നെഗറ്റീവിൻ്റെ പീക്കിൽ സ്ലോ ആവുന്നു, സീറോ ക്രോസിങ്ങിൽ അത് സെയിം ആവുന്നു. സോ ഇങ്ങനെ വെലോസിറ്റിക്ക് ഒരു മോഡുലേഷൻ സംഭവിക്കുന്നു, ഒരു ചേഞ്ച് സംഭവിക്കുന്നു. സോ ഇത് നടക്കുന്നത് ആ ഡ്രിഫ്റ്റ് റീജിയനിലാണ്. സോ നമുക്കവിടെ ഒരു ബഞ്ചിങ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു ക്രൗഡിങ് ഓഫ് ഇലക്ട്രോൺസ് നമുക്കവിടെ കാണാൻ പറ്റും. ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു വെക്കേണ്ട വാല്യൂസാണ് ഇതെല്ലാം. എഫിഷ്യൻസി ഓഫ് 2 cavity ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത്, ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ എഫിഷ്യൻസി അബൌട്ട് 40% ആണ്. 40% എഫിഷ്യൻസിയാണ് ഒരു 2 cavity ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പവർ ഔട്ട്പുട്ട് ഓർ ആവറേജ് ഔട്ട്പുട്ട് ഈസ് അപ് ടു 500 kilowatt. 500 kilowatt ആണ് ആവറേജ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ പൾസ്ഡ് പവർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടേം. സോ പൾസ്ഡ് പവർ 30 megawatt അറ്റ് 10 GHz ഫ്രീക്വൻസിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന പൾസ്ഡ് പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 30 megawatt ആണ്. അതുപോലെ തന്നെ പവർ ഗെയിൻ ഓഫ് 2 cavity ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത് 30 dB ആണ്. പവർ ഗെയിൻ, എഫിഷ്യൻസി, അതുപോലെ തന്നെ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വാല്യൂസ്, ഈ വാല്യൂസ് എല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. സോ ഇതാണ് 2 cavity ക്ലൈസ്ട്രോൺ. സോ ദർ ഈസ് എ ബഞ്ചർ ക്യാവിറ്റി ആൻഡ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അതിനകത്തൊരു ബഞ്ചർ ക്യാവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻപുട്ട് ക്യാവിറ്റി ഉണ്ട്. ദെൻ ദർ ഈസ് എ ഔട്ട്പുട്ട് ക്യാവിറ്റി, ദാറ്റ് ഈസ് എ ക്യാച്ചർ ക്യാവിറ്റി. ദെൻ ഈ ബഞ്ചിങ് പ്രോസസ്സ് ഒക്കർ ചെയ്യുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി മോഡുലേഷൻ ആണ്. സോ ഏത് പോയിന്റിലാണ് ആർ എഫ് ഇൻപുട്ടിനനുസരിച്ച് ആ മോഡുലേഷൻ നടക്കും. വെലോസിറ്റി സെയിം ആവുന്നു, വെലോസിറ്റി കൂടുന്നു, വെലോസിറ്റി കുറയുന്നു, അങ്ങനെ 3 പോയിന്റ്സ് ആയിട്ട് നമ്മൾ ആർ എഫ് ഇൻപുട്ടിനനുസരിച്ച് ആ മോഡുലേഷൻ ഇലക്ട്രോൺസിന് സംഭവിക്കുന്നു. ഇതൊക്കെയാണ് 2 cavity ക്ലൈസ്ട്രോണിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും. ദെൻ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ആണ്. ഇത് നമ്മൾ 2 cavity ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതൊരു സിംഗിൾ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആണ്. സോ ദിസ് ഈസ് എ സിംഗിൾ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ. സോ സിംഗിൾ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആണ് ഈ ഒരു റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം അതിന് ഒരു കമ്പാരിസൺ പഠിക്കാം, 2 cavity ക്ലൈസ്ട്രോണുമായിട്ടുള്ള ഒരു കമ്പാരിസൺ. സോ ദിസ് ഈസ് എ ലോ പവർ ട്യൂബ് ആൻഡ് ഇറ്റ് വർക്ക്സ് ആസ് ആൻ ഓസിലേറ്റർ. നമ്മൾ 2 cavity ക്ലൈസ്ട്രോൺ ഒരു ആംപ്ലിഫയറിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ, സോ ഇവിടെ നമുക്കൊരു ഓസിലേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഈ ഒരു റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത്. ദിസ് ആംപ്ലിഫയർ ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എൻ ഓസിലേറ്റർ വിത്തിൻ എ മോഡുലേറ്റർ ഓഫ് റഡാർ റിസീവേഴ്സ് ആസ് വെൽ ആസ് മൈക്രോവേവ് ട്രാൻസ്മിറ്റേഴ്സ്. സോ നമുക്കറിയാം ക്ലൈസ്ട്രോൺസ് നമ്മൾ റഡാർസിനകത്ത് യൂസ് ചെയ്യുന്നു, റഡാർ റിസീവേഴ്സിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഓസിലേറ്റർ ആയിട്ട് നമുക്ക് റഡാർ റിസീവേഴ്സിനകത്തും അതുപോലെ തന്നെ മൈക്രോവേവ് ട്രാൻസ്മിറ്റേഴ്സിനകത്തുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ലോ പവർ ട്യൂബാണ്. ദെൻ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മൾ 2 cavity ക്ലൈസ്ട്രോണിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ഇതിനെ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ബാർക്കോസും ക്രൈറ്റീരിയ ഒക്കെ അറിയാവുന്നതാണ് ഓസിലേഷൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇഫ് എ ഫ്രാക്ഷൻ ഓഫ് ദ ഔട്ട്പുട്ട് പവർ ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ക്യാവിറ്റി ആൻഡ് ഇഫ് ദ ലൂപ്പ് ഗെയിൻ ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂണിറ്റി വിത്ത് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ 2π ദ ക്ലൈസ്ട്രോൺ വിൽ ഓസിലേറ്റ്. സോ ഇതാണ് ഓസിലേറ്റ് ചെയ്യാനുള്ള റിഫ്ലെക്സ് ക്ലൈസ്ട്രോണിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ലൂപ്പ് ഗെയിൻ യൂണിറ്റി ആയിരിക്കണം. ദെൻ അതേപോലെ അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ക്ലൈസ്ട്രോൺ വിൽ ഓസിലേറ്റ്. ദെൻ ഹവർ എ 2 cavity ക്ലൈസ്ട്രോൺ ഈസ് യൂഷ്വലി നോട്ട് കൺസ്ട്രക്റ്റഡ്. സോ നമ്മൾ ഒരു ഓസിലേറ്റർ ആയിട്ട് 2 cavity ക്ലൈസ്ട്രോണെ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ റീസൺ ആണ് നമ്മളിവിടെ പറയുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യാം. സോ വെൻ ദ ഓസിലേഷൻ ഫ്രീക്വൻസി ഈസ് വേരീഡ്, ഇപ്പോൾ നമ്മൾ 2 cavity ക്ലൈസ്ട്രോണിൻ്റെ കേസാണ് പറയുന്നത്. വെൻ ദ ഓസിലേഷൻ ഫ്രീക്വൻസി ഈസ് വേരീഡ് ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് ഈച്ച് ക്യാവിറ്റി, നമ്മുടെ ബഞ്ചർ ക്യാവിറ്റി അതുപോലെ തന്നെ ഔട്ട്പുട്ട് ക്യാവിറ്റി, സോ
ഇൻപുട്ടിലും ഔട്ട്പുട്ടിലുള്ള ആ രണ്ട് ക്യാവിറ്റീസും അതിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസിക്ക് വേരിയേഷൻസ് വരും. സോ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓസിലേറ്ററായിട്ട് അധികം യൂസ് ചെയ്യാത്തുള്ളൂ, 2 ക്യാവിറ്റി ക്ലൈസ്ട്രോണിനെ. സോ അതിനുള്ളൊരു സൊല്യൂഷനാണ്, ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാനാണ് നമ്മളൊരു സിംഗിൾ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ അല്ലെങ്കിൽ റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ യൂസ് ചെയ്യുന്നത്. ഈ ഡിസഡ്വാൻറ്റേജ് അപ്പം ആ ഒരു റെസൊണൻറ്റ് ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 2 ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ഓസിലേറ്ററായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ റിഫ്ലെക്സ് ക്ലൈസ്ട്രോണിലേക്ക് പോകുന്നത്. ദെൻ സോ വെനെവർ ഇവിടെയും നമ്മൾ വെലോസിറ്റി മോഡുലേഷനാണ് ക്ലൈസ്ട്രോൺസിനകത്തൊക്കെ നമ്മൾ ആ ബഞ്ചിങ് പ്രോസസ്സ് നടക്കുന്നത് ശരിക്കും വെലോസിറ്റി മോഡുലേഷൻ വഴിയാണ്. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതാണ് അതിൻ്റെ ഫിഗർ. ഞാൻ പറഞ്ഞു ദിസ് ഈസ് എ സിംഗിൾ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ. സോ നമ്മളിവിടെ ഒരു ഇതാണ് ക്യാവിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതും, സോ ഇൻപുട്ട് ഇവിടെ RF ഇൻപുട്ട് കൊടുക്കുന്നതും ദെൻ RF ഔട്ട്പുട്ട് എടുക്കുന്നതും ആ സെയിം ക്യാവിറ്റി വഴിയാണ്. സെപ്പറേറ്റ് ക്യാവിറ്റീസ് യൂസ് ചെയ്യാറില്ല. സോ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. സോ V0 പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. കാഥോഡുണ്ട്, ഇലക്ട്രോൺസ് ഈ സ്ലോട്ട് വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് പാസ്സാവും. സോ ഈ വരുന്ന ഇലക്ട്രോൺസ് സോ ഈ ഒരു പോർഷനിൽ വരുമ്പോൾ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യും. സോ ആ ഒരു എൻറ്ററിങ് അല്ലെങ്കിൽ നമ്മുടെ ക്യാവിറ്റി വഴി നമ്മൾ RF ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യും. സോ ഇത് കുറച്ച് നേരം ട്രാവൽ ചെയ്യും. സോ അല്ലെങ്കിൽ ഒരു ബഞ്ചിങ് പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഈ റിപ്പല്ലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുത്തേക്കുന്നത്. ഈ വരുന്ന ഇലക്ട്രോൺസിനെ തിരിച്ച് റിപ്പൽ ചെയ്യും. സോ ഈ ഒരു റിഫ്ലെക്സ് ആക്ഷൻ വഴിയും സോ ഇവിടുന്ന് വരുന്ന ആക്സിലറേഷൻ ദെൻ തിരിച്ച് വരുന്ന ഒരു ഡീസിലറേഷൻ, സോ ആ റിഫ്ലെക്സ് ആക്ഷൻ വഴിയും അല്ലെങ്കിൽ ഈ തിരിച്ച് റൗണ്ട് ഓഫ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺസ് ഇതിന് മൊത്തത്തിലാണ് നമ്മൾ ബഞ്ചിങ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന ആക്സിലറേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസും ഇവിടുന്ന് റിഫ്ലെക്സ് ചെയ്ത് വരുന്ന ആ ഒരു ഇലക്ട്രോൺസും ഇത് ടുഗദറായിട്ടാണ് ഇവിടെ ഒരു ബഞ്ചിങ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ തിരിച്ച റിഫ്ലെക്സ് ആക്ഷൻ വഴി നമ്മുടെ ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടെ ഒരു RF ഒരു മൈക്രോവേവ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ അതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റിഫ്ലെക്സ് ആക്ഷൻ വഴി ഒരു കൈനറ്റിക് എനർജിയെ തിരിച്ച് മൈക്രോവേവ് എനർജി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നു. സോ ഇത് സെയിം ക്യാവിറ്റി വഴിയാണ് നമ്മൾ RF ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും RF ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തെടുക്കുന്നതും. സോ ഇതാണ് ഒരു സിംഗിൾ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ റിഫ്ലെക്സ് ക്ലൈസ്ട്രോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇവിടെ നമ്മൾ കാഥോഡിന് പകരം കളക്ടറിന് പകരം നമ്മൾ റിപ്പലറാണ് യൂസ് ചെയ്യുന്നത്. സോ അവിടെ റിഫ്ലെക്സീവ് ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബഞ്ചിങ് പ്രോസസ്സ് റിപ്പലർ വെച്ചും നടക്കുന്നുണ്ട്. സോ അതും കൂടെ അറിഞ്ഞിരിക്കണം. സോ സെയിം വെലോസിറ്റി മോഡുലേഷൻ തന്നെയാണ് ഇതിൻ്റെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ whenever the beam of an electron is flowing through the cavity, it is called velocity modulated. The electron bunches assembling take place in the flow space among the cavity as well as the reflector. So bunching എന്ന് പറയുന്നത് ആ റിഫ്ലെക്സ് ആക്ഷൻ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ബഞ്ചിങ് ഇവിടെ പറയുന്നത്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. എഫിഷ്യൻസി എന്ന് പറയുന്നത് 20 to 30% ആണ്. സോ നേരത്തെ നമ്മൾ പറഞ്ഞത് 40% ആണ്. ഇവിടെ നമ്മൾ 20 to 30% ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ റേറ്റിംഗ് ഇറ്റ് ഈസ് എ ലോ പവർ ജനറേറ്റർ ആണ്. 10 to 500 milliwatt ഔട്ട്പുട്ടാണ് ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ലോ പവർ ജനറേറ്ററാണ്, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലോ പവർ ജനറേറ്ററാണ്. നമ്മൾ ക്ലൈസ്ട്രോ ടു ക്യാവിറ്റി വെച്ചിട്ട് പറയുമ്പോൾ അതൊരു ഹൈ പവർ ജനറേറ്ററാണ്. ഔട്ട്പുട്ട് അറ്റ് എ ഫ്രീക്വൻസി 1 to 25 GHz ആണ്. ദിസ് ടൈപ്പ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ലബോറട്ടറി ഫോർ മൈക്രോവേവ്. സോ നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്ലൈസ്ട്രോൺ ആണ് നമ്മുടെ റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ മൈക്രോവേവ് റിസീവേഴ്സ് ആസ് ലോക്കൽ ഓസിലേറ്റേഴ്സ്. സോ ഓസിലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് സോ നമ്മൾ കൊമേഴ്ഷ്യൽ, മിലിറ്ററി, എയർബോൺ, ഡോപ്ലർ റഡാർസിനകത്തൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. മൈക്രോവേവ് റിസീവേഴ്സിനകത്തും നമ്മുടെ മൈക്രോവേവ് ഇൻസ്ട്രുമെൻറ്റ്സ് ലബോറട്ടറി ആപ്ലിക്കേഷന് വേണ്ടിയും നമ്മൾ റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എഫിഷ്യൻസിയും നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് പഠിക്കാനുള്ളത് മാഗ്നെട്രോൺ ആണ്. സോ മാഗ്നെട്രോൺ, സോ ഇവിടെ നോക്കുക, മാഗ്നെട്രോൺസ് ആർ ക്രോസ് ഫീൽഡ് ട്യൂബ്സ്, CF ട്യൂബ്സ് എന്നൊക്കെ നമ്മൾ പറയും. ക്രോസ് ഫീൽഡ് ട്യൂബ്സ് ആണ് ഇൻ വിച്ച് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്രോസസ് റൺ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് റൺ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതാണ് മാഗ്നെട്രോൺസ്. ക്രോസ് ഫീൽഡ് ട്യൂബ്സ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാവിറ്റി മാഗ്നെട്രോണിൻ്റെ വർക്കിംഗ് ആണ്.
സോ മാഗ്നട്രോണിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ക്യാവിറ്റി മാഗ്നട്രോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ ദ മാഗ്നട്രോൺ ഈസ് കോൾഡ് ക്യാവിറ്റി മാഗ്നട്രോൺ ബിക്കോസ് ആനോഡ് ഈസ് മെയ്ഡ് ഇൻ ടു റെസൊണൻറ്റ് ക്യാവിറ്റീസ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കാണാം. ഇവിടെ ആനോഡിനെ നമ്മൾ കുറേ റെസൊണൻറ്റ് ക്യാവിറ്റീസ് ആയിട്ട് ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുപോലെ എ പെർമനൻറ്റ് മാഗ്നറ്റ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വേണം. സോ ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അതുപോലെ ആനോഡ് എന്ന് പറയുന്നത് റെസൊണൻറ്റ് ക്യാവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. സോ നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ മാഗ്നട്രോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു കോപ്പർ ആനോഡ് ബ്ലോക്ക് ഉണ്ട്. സോ ദിസ് കോപ്പർ ആനോഡ് ബ്ലോക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇൻ്റർസെക്ഷനാണ് നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത്. സോ അതും കോപ്പറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ ക്യാവിറ്റീസ്, സോ നമ്മുടെ ആനോഡ് സെക്ഷൻ കുറേ ക്യാവിറ്റീസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ദെൻ നമ്മുടെ RF ഔട്ട്പുട്ട് എടുക്കാൻ ഒരു പോർഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. എ തിക്ക് സിലിണ്ടറിക്കൽ കാഥോഡ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ. ദ സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഓഫ് കോപ്പർ. സോ ഞാൻ പറഞ്ഞു ഒരു കോപ്പർ ആനോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ആനോഡ് ക്യാവിറ്റീസ് ആയിട്ട് കുറേ സ്ലോട്ട്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ആനോഡ് ക്യാവിറ്റീസ് ആയിട്ട്. അപ്പോൾ അതുപോലെ ഒരു തിക്ക് സിലിണ്ടറിക്കൽ കാഥോഡാണ് നമ്മൾ സെൻട്രലി പ്ലേസ് ചെയ്തേക്കുന്നത്. ആനോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറേ ക്യാവിറ്റീസ് ആയിട്ട് സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇതൊക്കെ നമ്മുടെ ക്യാവിറ്റീസാണ്, ആനോഡ് ക്യാവിറ്റീസാണ്. കാഥോഡ് തിക്ക് സിലിണ്ടറിക്കൽ കാഥോഡാണ് ഇന്നർ സെക്ഷൻ എന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. The electric field is present radially. Electric field radial. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രസൻറ്റ് ആക്സിയലി ഇൻ ദ ക്യാവിറ്റി. ആ പോയിന്റിലൂടെ പഠിച്ചു വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് റേഡിയലായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രസൻറ്റ് ആക്സിയലി ഇൻ ദ ക്യാവിറ്റി മാഗ്നട്രോൺ. So this magnetic field is produced by permanent magnet which is placed such that magnetic lines are parallel to the cathode and perpendicular to the electric field. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഒരു ക്രോസ് ഫീൽഡ് സ്ട്രക്ചറാണ് നമ്മൾ മാഗ്നട്രോണിന് പറയുന്നത്. ദെൻ നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്തു. ഇഫ് ദ വാല്യൂ ഓഫ് ബി 0, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വാല്യൂ ബി 0 ആണെങ്കിൽ, സോ ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള ആ ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ ഒരു ആരോ വെച്ച് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ വെൻ നോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രസൻറ്റ്. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെങ്കിൽ ദ ഇലക്ട്രോൺ എ ഡയറക്ട്ലി ഗോസ് ടു ആനോഡ് അണ്ടർ റേഡിയൽ ഇലക്ട്രിക് ഫീൽഡ്. സോ ആ റേഡിയൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ റേഡിയലായിട്ടായിരിക്കും. അപ്പം ഇറ്റ് വിൽ ഗോ ഡയറക്ട്ലി ടു ആനോഡ് അണ്ടർ ദ റേഡിയൽ ഇലക്ട്രിക് ഫോഴ്സ്. സോ അതാണ് ബി 0 ആകുമ്പോഴുള്ള കേസ്. അത് ഓർത്ത് വെച്ചേക്കുക. ദെൻ സോ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ്. ദെൻ രണ്ടാമത്തെ കേസ്, ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടിരിക്കുവാണ്. സോ എ ലാറ്ററൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ ഇലക്ട്രോൺസ്. സോ ഒരു ലാറ്ററൽ ഫോഴ്സ് അതിനകത്തേക്ക് ഇലക്ട്രോണിലേക്ക് ആക്ട് ചെയ്യും. സോ രണ്ടാമത്തെ കേസിൽ നമ്മൾ ആ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ ബി വെച്ചിട്ടാണ് ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇലക്ട്രോൺ ബി വിച്ച് ടേക്സ് എ കർവ്ഡ് പാത്ത്. സോ ഇവിടെ ഒരു ലാറ്ററൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച്. സോ അത് കാരണം ഇതിനൊരു കർവ്ഡ് പാത്താണ്. ഇലക്ട്രോണിൻ്റെ പാത്ത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇറ്റ് വിൽ ഹാവ് എ കർവ്ഡ് പാത്ത് വൈൽ ബോത്ത് ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ ഇറ്റ്. സോ നമ്മൾ റേഡിയലായിട്ട് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ലോലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ലാറ്ററൽ ഫോഴ്സ് അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യും. സോ അത് കാരണം അതിനൊരു കർവ്ഡ് പാത്തായിരിക്കും അതിന് ആ ഇലക്ട്രോണിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡയറക്റ്റ്ലി ആനോഡ് മൂവ് ടു ആനോഡ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരു കർവ്ഡ് പാത്താണ് ഇതിന് അച്ചീവ് ചെയ്യുന്നത്. ദെൻ ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഫർദർ ഇൻക്രീസ്, നമ്മൾ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദ ഇലക്ട്രോൺസ് ഫോളോ എ പാത്ത്. സോ അത് കർവ്ഡ് പാത്ത് ആയിരുന്നു. അതിന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കർവ്ഡ് പാത്ത് അച്ചീവ് ചെയ്യും. വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇലക്ട്രോൺ ഫോളോസ് എ പാത്ത് സച്ച് ദാറ്റ് ഇലക്ട്രോൺ സി, നമ്മൾ സി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇവിടെ ഇലക്ട്രോണിനെ കാണിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഗ്രേസിങ് ദ ആനോഡ് സർഫസ് ആൻഡ് മേക്കിംഗ് ദ ആനോഡ് കറണ്ട് 0. സോ ഇത് ഇങ്ങനെ ആയിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. സോ ആ ആനോഡ് സർഫസിൽ കൊളൈഡ് ചെയ്ത് ഇങ്ങനൊരു പാത്തിലായിരിക്കും നമ്മുടെ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു റാൻഡം മോഷനാണ്. സോ ഇവിടുത്തെ നെറ്റ് ആനോഡ് കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും.
സോ അങ്ങനെ ഇങ്ങനെ ഗ്രേസ് ചെയ്ത് പോകുന്ന ആ ഒരു മൂവ്മെൻറ്റിനെ നമ്മുടെ നെറ്റ് കറണ്ട് മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നെറ്റ് ആനോഡ് കറണ്ട് 0 ആയിരിക്കും. സോ ആ ഒരു ഫീൽഡിനെ നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് ആ നെറ്റ് ആനോഡ് കറണ്ട് 0 ആവുന്ന ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കട്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. സോ അവിടെ നമുക്ക് നെറ്റ് ആനോഡ് കറണ്ട്, അപ്പം ഇലക്ട്രോണിൻ്റെ പാത്ത് നമ്മൾ മനസ്സിലാക്കണം. സോ നെറ്റ് ആനോഡ് കറണ്ട് അവിടെ 0 ആവുകയാണ്. ആ കേസിലാണ് നമ്മളതിനെ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും, അല്ലെങ്കിൽ കട്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന കേസാണ് ഞാനിപ്പം പറഞ്ഞത്. സോ നമ്മൾ ഈ രീതിയിലാണ് നമ്മുടെ ഒരു മാഗ്നട്രോൺ വർക്ക് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ആ കട്ട് ഓഫ് ഫീൽഡിന് മുകളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിട്ടിക്കൽ ഫീൽഡ് നമ്മൾ അച്ചീവ് ചെയ്തു, അതിന് മുകളിലേക്ക് നമ്മൾ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ദെൻ ഇലക്ട്രോൺ ഫോളോസ് എ പാത്ത് ഡി, ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ദ ഇലക്ട്രോൺ ജംപ് ബാക്ക് ടു ദ കാഥോഡ്, ഇതാണ് നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത്, ആ ഇന്നർ സെക്ഷൻ. ഇറ്റ് വിൽ ജംപ്, അവിടെ നേരത്തെ അത് ഗ്രേസ് ചെയ്ത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, ആനോഡിൽ ഗ്രേസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ദ ഇലക്ട്രോൺസ് ജംപ് ബാക്ക് ടു ദ കാഥോഡ് വിത്തൗട്ട് ഗോയിങ് ടു ദ ആനോഡ്. സോ ഇവിടെ ആനോഡിലേക്ക് ഒരു കണക്ഷൻ വരുന്നില്ല. സോ ദ ഇലക്ട്രോൺ വിൽ ജംപ് ബാക്ക് ടു ദ കാഥോഡ് വിത്തൗട്ട് ഗോയിങ് ടു ദ ആനോഡ്. സോ ആനോഡിൽ ടച്ച് ചെയ്യാതാണ് ഇവിടെ മൂവ്മെൻറ്റ്. ദിസ് കോസസ് എ ബാക്ക് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ദ കാഥോഡ്. സോ ഇങ്ങനെ കാഥോഡിൽ തന്നെ ഇങ്ങനെ ജമ്പ് ചെയ്താണ് നമ്മളിവിടെ ഈ കേസിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. സോ അതിനെ നമ്മളൊരു ബാക്ക് ഹീറ്റിംഗ് എഫക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, ബാക്ക് ഹീറ്റിംഗ് ഓഫ് കാഥോഡ് എന്ന് പറയും. സോ കണ്ടിന്യൂസ്ലി കാഥോഡിൽ തന്നെയാണ് അത് കൊളൈഡ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ കട്ട് ഓഫ് ദ electric supply once the oscillation begins. If this continued, the emitting efficiency of the cathode gets affected. So ഈ ഒരു മോഡലാണ് നമ്മുടെ മാഗ്നട്രോൺ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആ 4 കേസ് നമ്മൾ മനസ്സിലാക്കണം. ബി 0 ആകുമ്പോൾ എന്താണ്, ആനോഡിലേക്ക് ഡയറക്റ്റ്ലി മൂവ് ചെയ്യുന്നു. ദെൻ ബി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അത് ആനോഡിലേക്ക് കേർവ്ഡ് പാത്ത് അച്ചീവ് ചെയ്യുന്നു. ദെൻ അത് ആനോഡിൽ ഗ്രേസ് ചെയ്ത് നെറ്റ് ആനോഡ് കറണ്ട് 0 ആവുന്നു. വീണ്ടും നമ്മൾ ആ ഒരു കേസിനെയാണ്, നെറ്റ് ആനോഡ് കറണ്ട് 0 ആവുന്ന കേസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ ഫീൽഡിന് മുകളിലേക്ക് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഓസിലേഷൻ നമുക്ക് കാണാം. ഇലക്ട്രോണിക്കിനെ ജമ്പ് ചെയ്ത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം കാഥോഡിൽ തന്നെ. സോ അതിനെ നമ്മൾ ബാക്ക് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് നമ്മൾ പറയും. സോ ഇതാണ് അതിൻ്റെ മാഗ്നട്രോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദേ ആർ ഹൈലി എഫിഷ്യൻറ്റ് ഡിവൈസ് യൂസ്ഡ് ഫോർ ദ ജനറേഷൻ ഓഫ് ഹൈ പവർ മൈക്രോവേവ് സിഗ്നൽ. സോ ഓസിലേറ്ററാണ്. സോ ഹൈ പവർ മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഹൈലി എഫിഷ്യൻറ്റ് ഡിവൈസ് ആണിത്. ദ യൂസ് ഓഫ് മാഗ്നട്രോൺ ഇൻ റഡാർ ക്യാൻ പ്രൊഡ്യൂസ് റഡാർ സിസ്റ്റം ഓഫ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ട്രാക്കിംഗ് പർപ്പസ്. ബെറ്റർ ട്രാക്കിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റും റഡാറിൽ യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ സൈസ് സ്മോൾ ആണ്, ലെസ് ബൾക്കി. സോ ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഡിസ്പൈറ്റ് പ്രൊഡ്യൂസിങ് എ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ദെയർ എക്സിസ്റ്റ് എ ഡ്രോബാക്ക് ഇൻ കൺട്രോളബിലിറ്റി ഓഫ് ദ ജനറേറ്റഡ് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ ആവറേജ് പവർ 1 to 2 kW ഉള്ളൂ. ദെൻ മാഗ്നട്രോൺസ് കുറച്ച് നോയ്സി ആണ്. സോ അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ദെൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. The reflex klystron is often preferred to the two-cavity klystron oscillator because the former and the reason. Two-cavity reflex klystron തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. More efficient, has more number of nodes, so is easier to tune. So ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇതിനകത്തുള്ള ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈസിയർ ടു ട്യൂണിങ് കേപ്പബിലിറ്റി നമുക്ക് എന്താണ് ബെറ്റർ ആണ് റിഫ്ലെക്സ് ക്ലൈസ്ട്രോണിൻ്റെ. സോ അതാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ദെൻ ഇഫ് എ മാഗ്നട്രോൺ in a magnetron the electron travels in a cycloidal path because anode is negative, cathode is positive. Permanent magnets supply a strong field and the cavities are resonant. നമുക്കറിയാം നമ്മൾ സൈക്ലോയിഡ് ഒരു എന്താണ് ഒരു കേർവ്ഡ് പാത്ത് അച്ചീവ് ചെയ്യുന്നത് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് വെച്ചിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. സോ ഇതാണ് ഓപ്ഷൻ സി ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ എ ക്യാവിറ്റി റെസൊണേറ്റർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ LC circuit and LCR circuit, a low C inductor. So option B ആണ് ഇതിൻ്റെ ആൻസർ. Cavity resonator can be represented by an LCR circuit. Then next question നോക്കാം.
Which of the following can be used for amplification of microwave energy? Amplification of microwave energy. TWT നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്കത് ഡിസ്കസ് ചെയ്യാം. മാഗ്നെട്രോൺ, റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ, ഗൺ ഡയോഡ്സ്. സോ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് TWT ആണ്, ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The klystron tube used in klystron amplifier is a dash type beam amplifier. Option is linear beam amplifier ആണ്, linear type amplifier ആണ് klystron tube എന്ന് പറയുന്നത്. ക്രോസ് ഫീൽഡ് ഒന്നുമല്ല, അത് മാഗ്നട്രോണിൻ്റെ കേസിലാണ് ക്രോസ് ഫീൽഡ് ഒക്കെ വരുന്നത്. Then a major disadvantage of klystron amplifier. klystron amplifierൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോവർ ബാൻഡ് വിഡ്ത്ത് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ഈസ് ഇറ്റ്സ് ബാൻഡ് വിഡ്ത്ത് ഈസ് വെരി ലോ. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ സോ എ മൈക്രോവേവ് ട്യൂബ് യൂസസ് ആൻ ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എ റേഡിയൽ ഇലക്ട്രിക് ഫീൽഡ്. സോ ദിസ് ഈസ് റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ, കോയാക്സിയൽ മാഗ്നട്രോൺ. സോ ഇതിനെ നമ്മൾ ക്രോസ് ഫീൽഡ് സ്ട്രക്ചർ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ക്രോസ് ഫീൽഡ് ആംപ്ലിഫയറിനകത്താണ് നമ്മൾ ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡും നമ്മളിപ്പം നേരത്തെ പറഞ്ഞു, ഒരു ക്യാവിറ്റി മാഗ്നട്രോണിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. സോ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡും റേഡിയൽ ഇലക്ട്രിക് ഫീൽഡുമാണ്. സോ അത് ക്രോസ് ഫീൽഡ് ആംപ്ലിഫയറിനകത്താണ് അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ കാണുന്നത്. ദെൻ ദ മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ഈസ് നോട്ട് എ ഗുഡ് ലെവൽ ആംപ്ലിഫയർ ബിക്കോസ് ഓഫ് നോയിസ്. Then it has a higher repeller voltage to ensure a. സോ മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോൺസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ലോ ലെവൽ ആംപ്ലിഫയർ ബിക്കോസ് ഓഫ് ഇറ്റ്സ് നോയ്സ്. സോ അതാണ് എൻ്റെ ആൻസർ. മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ഈസ് നോട്ട് എ ഗുഡ് ലോ ലെവൽ ആംപ്ലിഫയർ ബിക്കോസ് ഓഫ് ഇറ്റ്സ് നോയ്സ്. ദെൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ക്യാവിറ്റി മാഗ്നട്രോൺ ടു പ്രിവെൻറ്റ് ആനോഡ് കറണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓസിലേഷൻ. Ensure that oscillations are pulsed, help in focusing the electron beam, thus preventing spreading. Ensure that electrons will orbit around the cathode. So magnetic field എന്താ ചെയ്യേണ്ടത്, ക്യാവിറ്റി മാഗ്നട്രോൺ പറഞ്ഞാണ്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ ഇലക്ട്രോൺസ് വിൽ ഓർബിറ്റ് അറൗണ്ട് ദ കാഥോഡ്. നമ്മൾ ആ ജമ്പിങ് പ്രോസസ്സ് പറഞ്ഞതാണ്. സോ ഓസിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു പ്രോസസ്സിലാണ്. ഇറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് ദ ഇലക്ട്രോൺസ് വിൽ ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത്. സോ നമുക്ക് ബാക്കി ടോപ്പിക്സ് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. കുറേ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.